പിന്നെ സമൂഹത്തിൽ ഒരു തെറ്റായൊരു ധാരണ പ്രചരിച്ചു വരുന്നുണ്ട്. ആരൊക്കെയോ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു തെറ്റായ ധാരണയും കൂടി നമ്മൾ തിരുത്തണം. എനിക്ക് ഉദ്ഹിയത്തിന് ഷെയർ എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ ആ 7 ഷെയർ എടുക്കണമല്ലോ, അതിന് എനിക്ക് കഴിയുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഷെയർ എടുക്കുന്നില്ല. അത് ഒഴിവ് കഴിവുകൾ മാത്രമാണ്. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ഷെയർ എടുക്കുക, കഴിയാത്ത സമയത്ത് അത് ഒഴിവാക്കുക. അല്ലാണ്ട് ഒരു ഷെയർ എടുത്തത് കൊണ്ട് ഇനി 6 ഷെയർ കൂടി എടുക്കണം എന്നുള്ള നിയമമൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അത് ആരോ ഒരു തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നു എന്നല്ലാതെ അതിൽ പിൻബലമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മുടെ പക്കല് ഉദ്ഹിയത്തിന് ഷെയർ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഷെയർ എടുക്കണം. ഉദ്ഹിയത്തിന്റെ ഷെയർ എടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പെരുന്നാളുള്ള വസ്ത്രം എടുക്കാതെയല്ല നമ്മൾ ഷെയർ എടുക്കേണ്ടത്, അതെല്ലാം എടുത്തു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക്, ഭാര്യക്ക്, നമ്മൾക്ക്, അതുപോലെ നമ്മൾ താമസിക്കുക നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ, ഒരു സ്കൂളിൽ ഫീസ് അടക്കാൻ ബാക്കിയുണ്ട്, കോളേജിൽ ഫീസ് അടക്കാൻ ബാക്കിയുണ്ട്, അത് കടാണ്. എന്നിട്ട് ഇവിടെ ഉദ്ഹിയത്തിന്റെ മാംസത്തിന് ഷെയർ കയറുന്നില്ല. അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കഴിച്ചിട്ട് ബാക്കി നമ്മുടെ വശമുണ്ടെങ്കിൽ മാത്രമാണ് ഉദ്ഹിയത്തിന്റെ ഷെയർ എടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഉദ്ഹിയത്തിന്റെ മാംസം, ഉദ്ഹിയത്തിന്റെ മൃഗം ഭംഗിയുള്ളതാകണം, ആകർഷണീയമാകണം, ന്യൂനതകൾ ഇല്ലാത്തതാകണം. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉദ്ഹിയത്തിന്റെ മൃഗത്തെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗങ്ങളുള്ളതൊന്നും പാടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ മറ്റൊരു കാര്യം, ഉദ്ഹിയത്ത് അറുക്കാൻ ഒരാൾ തീരുമാനിച്ചു എങ്കില് ഉദ്ഹിയത്ത് ഇങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുടിയും നഖവും നീക്കാതിരിക്കണം. അയാൾ തീരുമാനിച്ചിട്ടുണ്ട്, തീരുമാനിച്ചതിന്റെ ശേഷമാണ് നിയമം പറയുന്നത് ദുൽഹിജ്ജയുടെ ആദ്യം മുതൽ. അതുപോലെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദ്ഹിയത്തിന്റെ മാംസം നമുക്ക് വിൽക്കാനൊന്നും പാടില്ല. കുറേ സ്ഥലത്തുനിന്ന് കുറച്ചധികം മാംസം കിട്ടിയിട്ടുണ്ട്, എന്നാൽ കുറച്ചങ്ങ് വിറ്റ് കളയാ, അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ അതിന്റെ നമ്മുടെ കുട്ടനെയൊക്കെ അറുത്താൽ ധാരാളം തോലുകൾ ഉണ്ടാകും. ആ തോലുകൾ നമുക്ക് വിൽക്കാം. പക്ഷെ ആ അതിന് കിട്ടുന്ന ക്യാഷുകള് നമ്മൾ ഇതിന്റെ കൂലിയായിട്ടോ അതിന്റെ ചെലവുകളിലേക്കോ എടുക്കാൻ പാടില്ല, മറിച്ച് അതും സദക്ക തന്നെയായിട്ട് കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ നിയമം. അതിന്റെ കൂലി ചെലവുകളിലേക്കൊന്നും അതെടുക്കാൻ പാടില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് അതിന്റെ സമയം എന്ന, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ.